ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് +2 ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ വാട്ട് യു മീൻ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇലക്ട്രോ മീൻസ് ചാർജ്, സ്റ്റാറ്റിക്സ് മീൻസ് rest. So electrostatics deals with the properties of charges at rest. നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് പല ഫിനോമിനൻസും എക്സ്പ്ലെയിൻ ചെയ്യാം. അതിലൊന്നാണ് ലൈറ്റനിങ്. സോ ലൈറ്റനിങ് ഫിനോമിനൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതുകൂടാതെ നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രിന്റേഴ്സ്, അത് ലേസർ ആണെങ്കിലും ഇങ്ക്ജെറ്റ് ആണെങ്കിലും, അതേപോലെ ഫോട്ടോ കോപ്പിയേഴ്സ്, ഇവിടെയെല്ലാം ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇലക്ട്രിക് ചാർജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫോഴ്സസ്, ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ്, ഇതിനൊക്കെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇലക്ട്രിക് ഫോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവാം, ഇലക്ട്രിക് ഫീൽഡ്സും ഇലക്ട്രിക് പൊട്ടൻഷ്യലും നിങ്ങൾക്ക് അറിവുണ്ടാവില്ല. നമ്മുടെ ചാപ്റ്റർ അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ അതേക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് electric charge. So what do you mean by electric charge? നമ്മൾ ഇലക്ട്രിക് ചാർജിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കുന്നു what do you mean by mass? We know mass is a property of matter which results in gravitational force between them. Similarly, charge is also a property of matter which results in electric force between them. So, charge is a property of matter which results in electric force, just like mass which results in gravitational force. Now, electric force between two electrons, that is repulsive. Electric force between two protons, that is repulsive. Electric force between a proton and an electron is attractive. ഇവിടെ നമ്മൾ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും കുറിച്ച് മനസ്സിലാക്കുകയാണ്. Let us consider an atom. ഒരു ആറ്റത്തില് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസില് പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഓർബിറ്റൽസ് ഉണ്ട്. ആ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചാർജിൻ്റെ മാഗ്നറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം E is equal to 1.6 into 10 raised to -19 കൂളോമാണ്. ഇലക്ട്രോണിൻ്റെതാണെങ്കിൽ -1.6 ഇൻറ്റു 10 raised to -19 കൂളോം. പ്രോട്ടോൺ ആണെങ്കിൽ +1.6 ഇൻറ്റു 10 raised to -19 കൂളോം. Electron is a matter and proton is also a matter. ഇലക്ട്രോണിന് മാസ് ഉണ്ട്, ചാർജ് ഉണ്ട്. അതുപോലെ പ്രോട്ടോണിനും മാസ് ഉണ്ട്, ചാർജ് ഉണ്ട്.
A positively charged body means deficiency of electrons in the body from its neutral state. Similarly, a negatively charged body means excess of electrons in the body from its neutral state. When a body has no charge, it is said to be neutral. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, what do you mean by a neutral body? Or what do you mean by a positively charged body? Or what do you mean by a negatively charged body? ഇവിടെ നമ്മൾ കാണുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള രണ്ട് ബോഡീസാണ്. ഒന്നൊരു ടീഷർട്ട്, മറ്റൊന്ന് ഒരു ബലൂൺ. ഇവിടെ ഈ രണ്ട് ബോഡിയും ന്യൂട്രൽ ബോഡീസാണ്. അപ്പം അത് ന്യൂട്രൽ ബോഡിയാണെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? എ ന്യൂട്രൽ ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ഇവിടെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് പറയുമ്പോൾ പോസിറ്റീവ് ചാർജസ് നിൽക്കുന്നത് എവിടെയാണ്? ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ്. നെഗറ്റീവ് ചാർജ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോൺസ് ആണ്. അത് ന്യൂക്ലിയസിന് പുറമെയാണ്. അപ്പോൾ ഒരു ആറ്റത്തിൽ മൊബൈലായിട്ടുള്ള ചാർജസ് എന്ന് വെച്ചാൽ, അതായത് നമുക്ക് അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ചാർജ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് ആണ്. ഇവിടെ ന്യൂട്രൽ ബോഡിയാണ്. ന്യൂട്രൽ ബോഡി ആണെങ്കിൽ ആ ബോഡിയിൽ ഈക്വൽ പോസിറ്റീവ് ഈക്വൽ നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. ഞാനിവിടെ രണ്ട് ബോഡീസിനെയും റബ്ബ് ചെയ്തുകൊണ്ട് ഒരു ബോഡിയെ പോസിറ്റീവായിട്ടും അടുത്ത ബോഡിയെ നെഗറ്റീവായിട്ടും ചാർജ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. അവിടെ മൂവ് ചെയ്യുന്നത് ആരാണ്? ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ റബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ ടീഷർട്ട് പോസിറ്റീവായിട്ട് മാറുകയാണ്. ബലൂൺ നെഗറ്റീവ് ചാർജുള്ള ബോഡിയായിട്ട് മാറുകയാണ്. ഇവിടെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ ഒരു ബോഡിയിൽ നിന്നും വേറൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന ബോഡിക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന ബോഡിക്ക് നെഗറ്റീവ് ചാർജും കിട്ടുന്നു. അപ്പൊ അതാണ് നമ്മൾ അടുത്ത പോയിന്റായിട്ട് മനസ്സിലാക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, എ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി മീൻസ് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ബോഡി ഫ്രം ഇറ്റ്സ് ന്യൂട്രൽ സ്റ്റേറ്റ്. അതായത് ഒരു ബോഡിയെ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ആ ബോഡിയിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു ബോഡിയെ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ആ ബോഡിയിൽ നിന്നും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുക, എ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി മീൻസ് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ്. ഒരു ബോഡിയെ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ആ ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യണം. അതായത് ആ ബോഡിയിൽ ഇലക്ട്രോൺസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കണം. ആ ബോഡി ന്യൂട്രൽ സ്റ്റേറ്റിലാണെങ്കിൽ ആ ബോഡിയിൽ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. അതിനെ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസിന്റെ ഇംബാലൻസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ആ ബോഡിയിൽ നിന്നും ഇലക്ട്രോൺസിനെ പുറത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ ആ ബോഡി പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യുന്നു. ഇതേപോലെ ഒരു ബോഡിയെ നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവിടെ എന്താ ചെയ്യേണ്ടത്? ആ ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് കൊടുക്കണം. ആ ബോഡിയിൽ എക്സസ് ഇലക്ട്രോൺ കൊടുത്താൽ മാത്രമേ ആ ബോഡി നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യുകയുള്ളൂ. അപ്പം അതാണ്
positively charged body, negatively charged body. So a negatively charged body means excess of electrons in the body ഫ്രം ഇറ്റ്സ് ന്യൂട്രൽ സ്റ്റേറ്റ്. അതായത് ഒരു ബോഡിയെ നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യുമ്പോൾ ആ ബോഡി ന്യൂട്രൽ ആയിരിക്കുന്ന സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ബോഡിക്ക് എന്ത് കിട്ടുന്നു? എക്സസ് ആയിട്ട് നെഗറ്റീവ് ചാർജസ് കിട്ടുന്നു. അപ്പൊ എന്തായിരിക്കും ഒരു ന്യൂട്രൽ ബോഡി? ഒരു ന്യൂട്രൽ ബോഡി എന്ന് വെച്ചാൽ എന്താണ്? വെൻ എ ബോഡി ഹാസ് നോ ചാർജ് ഇറ്റ് ഈസ് സെഡ് ടു ബി ന്യൂട്രൽ. ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ ശ്രദ്ധിക്കുക. ഇവിടെ ടീഷർട്ട് ന്യൂട്രൽ ബോഡിയാണ്, നമ്മുടെ ബലൂണും ന്യൂട്രൽ ബോഡിയാണ്. എന്താ കാരണം? ടീഷർട്ടിൽ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഉണ്ട്. സോ നെറ്റ് ചാർജ് ബിക്കം 0. അപ്പോൾ അതിപ്പോൾ ന്യൂട്രൽ ബോഡിയാണ്. ബലൂണിന്റെ കേസ് അത് തന്നെയല്ലേ, ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ഇപ്പൊ ബലൂൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ 4 യൂണിറ്റ്സ് നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതേപോലെ 4 യൂണിറ്റ്സ് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ ചാർജ് എടുക്കുമ്പോൾ എത്രയെന്ന് കിട്ടും? 0. സോ അതാണ് ഒരു ന്യൂട്രൽ ബോഡി. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദി ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഇറ്റ് ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ചാർജ് ഓൺ എ ബോഡി. നമുക്കതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാം. അതിനൊരു മെറ്റൽ നോബുണ്ട്. മെറ്റൽ നോബുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു മെറ്റൽ റോഡിന്റെ എൻഡിലായിട്ട് ഗോൾഡ് ലീവ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നു. നമ്മൾ ചാർജുള്ള ബോഡി മെറ്റൽ നോബിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയോ ടച്ച് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഗോൾഡ് ലീഫ് ഡൈവർജൻസ് കാണിക്കുന്നു. ദ ഡിഗ്രി ഓഫ് ഡൈവർജൻസ് ഈസ് an indicator of the amount of charge. അതായത് ചാർജ് കൂടുതലാണെങ്കിൽ, ബോഡിയിലുള്ള ചാർജ് കൂടുതലാണെങ്കിൽ ഗോൾഡ് ലീവ്സ് കൂടുതലായിട്ട് ഡൈവേർജ് ചെയ്യും. നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണാം. ഇവിടെ ഇപ്പോൾ ഒരു ഗ്ലാസ് റോഡ് തന്നിട്ടുണ്ട്. ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ഗ്ലാസ് റോഡ് ചാർജ് ചെയ്തു. ചാർജ് ചെയ്ത ഗ്ലാസ് റോഡ് നമ്മളുടെ ഇലക്ട്രോസ്കോപ്പിന്റെ നോബിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും ലീഫ് ഡൈവേർജ് ചെയ്യുന്നതായിട്ട്. Two bodies having same mass. This is body A and this one is body B. Both the bodies are having same mass. Now, body A is charged positively and body B is charged negatively. We know a positively charged body loses electrons and a negatively charged body gain electrons. So as a result, we can observe that mass of body B is slightly greater than mass of body A. നമുക്കറിയാം ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോണിന്റെ മാസ് വളരെ വളരെ ചെറുതാണ്. അപ്പോൾ നെഗറ്റീവായിട്ട് ചാർജ് ചെയ്ത ബോഡിയുടെ മാസ് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്ത ബോഡിയുടെ മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം കൂടുതലായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. നമുക്കാദ്യം കണ്ടക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. Those which allow passage of electricity through them easily are called conductors. They have more free electrons. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയെ, അതായത് ചാർജിനെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യിക്കുന്ന ഒരു മെറ്റീരിയലാണ്. കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ കൂടുതലായിട്ട് എന്തുണ്ടാവും? ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ടേഴ്സിൽ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ശ്രദ്ധിക്കുക. മെറ്റൽസ്
ഹ്യൂമൻ ആൻഡ് ആനിമൽ ബോഡീസ്, എർത്ത്, ഇതെല്ലാം ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. ഇനി ഇൻസുലേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലായിട്ട് ഉണ്ടാവില്ല. മൊബൈലായിട്ടുള്ള ചാർജ് ക്യാരിയേഴ്സ് ഇല്ലാത്ത മെറ്റീരിയൽസ് ആണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുക. ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് അധികം ഉണ്ടാവില്ല, ഒട്ടും തന്നെ ഉണ്ടാവില്ല. സോ മെറ്റീരിയൽസ് വിച്ച് ഓഫർ വെരി ഹൈ റെസിസ്റ്റൻസ് ടു ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നതിന് ഹൈ ഒപ്പോസിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ദാറ്റ് മെറ്റീരിയൽസ് ആർ നോൺ ആസ് ഇൻസുലേറ്റേഴ്സ്. എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്: ഗ്ലാസ്, പോർസിലൈൻ, പ്ലാസ്റ്റിക്, നൈലോൺ, വുഡ്, എക്സെട്ര. ഇപ്പം നമ്മൾ കുറച്ച് കൂടുതൽ കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കാം: സിൽവർ, ഗോൾഡ്, കോപ്പർ, സ്റ്റീൽ, സീ വാട്ടർ, സോൾട്ട് വാട്ടർ. ഇതെല്ലാം ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. ഇലക്ട്രിസിറ്റി ഈസി ആയിട്ട് പാസ് ചെയ്യിക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഇനി ഇൻസുലേറ്റേഴ്സിൻ്റെ കൂടുതൽ എക്സാമ്പിളായിട്ട് റബ്ബർ ഈസ് ആൻ ഇൻസുലേറ്റർ. ഗ്ലാസ്, റബ്ബർ മീൻസ് ഓർഡിനറി റബ്ബർ, ദാറ്റ് ഈസ് ആൻ ഇൻസുലേറ്റർ. ഗ്ലാസ്, ഓയിൽ, ഡയമണ്ട്, ഡ്രൈ വുഡ്, ഇതെല്ലാം. ഇതുകൂടാതെ പ്ലാസ്റ്റിക് പോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് എർത്തിങ് ഓർ ഗ്രൗണ്ടിങ്. നമുക്കറിയാം, ഒരു പോസിറ്റീവായിട്ട് ചാർജ് ചെയ്തിട്ടുള്ള ബോഡി ആണെങ്കിൽ അതിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ആ ബോഡിയെ ന്യൂട്രൽ ആക്കണമെങ്കിൽ ആ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി മേക്കപ്പ് ചെയ്യണം. ഇനി ഒരു നെഗറ്റീവായിട്ട് ചാർജ് ചെയ്ത ബോഡി ആണെങ്കിൽ അതിൽ ഇലക്ട്രോൺ എക്സസ് ആണ്. ആ ബോഡിയെ ന്യൂട്രലായിട്ട് മാറ്റണമെങ്കിൽ ആ എക്സസ് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഏതൊരു ചാർജ്ഡ് ബോഡിയെയും നമ്മൾ എർത്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ ബോഡിയെ ന്യൂട്രലാക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ എർത്ത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ റിസീവ് ചെയ്യും. ഗ്രൗണ്ടിങ്ങിൻ്റെ സമയത്ത്, എർത്തിങ്ങിൻ്റെ സമയത്ത് നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. ആ ഒരു ബോഡിയെ ന്യൂട്രൽ ആക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ എർത്ത് ഇലക്ട്രോണിനെ ആ ബോർഡിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ബോഡിയിൽ നിന്ന് എടുക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം, നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ബാങ്കാണ്. എന്താണ് ഈ ബാങ്കിൻ്റെ പ്രത്യേകത? നമുക്ക് ക്യാഷ് ആവശ്യാനുസരണം ഇടാനും എടുക്കാനും സാധിക്കും. അപ്പോൾ എർത്ത് ഇലക്ട്രോൺ ബാങ്ക് ആയതുകൊണ്ട് ബോഡീസ് എർത്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ബോഡീസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടി എർത്തിൽ നിന്ന് ചിലപ്പോൾ ഇലക്ട്രോൺ ആ ബോഡിയിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ എർത്ത് എന്ത് ചെയ്യുന്നു? ആ ബോഡിയിലുള്ള ഇലക്ട്രോണിനെ എർത്തിലേക്ക് എടുക്കുന്നു. ഇതാണ് ഗ്രൗണ്ടിങ്ങിലൂടെ സംഭവിക്കുക. എനിവേ, ആസ് എ റിസൾട്ട് ഓഫ് ഗ്രൗണ്ടിങ് ബോഡി ബിക്കംസ് ന്യൂട്രൽ. ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജുള്ള ബോഡി നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജുള്ള ബോഡിയാണ്, നമ്മളതിനെ ഗ്രൗണ്ട് ചെയ്യുകയാണ്. സപ്പോസ് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്ത ബോഡി, ഇതിലിപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇതിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നു. ഗ്രൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? എർത്തിൽ നിന്നും ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജസ് ബോഡിയിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി മേക്കപ്പ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ബോഡി ന്യൂട്രൽ ബോഡി ആയിട്ട് മാറുന്നു ഗ്രൗണ്ടിങ്ങിലൂടെ. അപ്പോൾ ഗ്രൗണ്ടിങ്ങിലൂടെ നമ്മുടെ പോസിറ്റീവ് ചാർജുള്ള ബോഡി എന്തായിട്ട് മാറി? ന്യൂട്രൽ ബോഡി ആയിട്ട് മാറി. ഇനി മറ്റൊന്ന്, നമ്മളൊരു നെഗറ്റീവായിട്ട് ചാർജ് ചെയ്ത ബോഡിയെ ഗ്രൗണ്ട് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. നെഗറ്റീവായിട്ട് ചാർജ് ചെയ്ത ബോഡിയാണ്, നമ്മളതിനെ ഗ്രൗണ്ട് ചെയ്യുന്നു. ഇവിടെ ആരാ മൂവ് ചെയ്യുന്നത്? ഇലക്ട്രോണാണ് മൂവ് ചെയ്യേണ്ടത്. ബോഡിയിൽ എന്തുണ്ട്? എക്സസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഗ്രൗണ്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ബോഡിയിലുള്ള എക്സസ് ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് എവിടേക്ക് പോകുന്നു? ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ
ഇവിടെ ഈ ബോഡിയിലുള്ള എക്സസ് ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ബോഡിയുടെ ചാർജ് 0 ആവുന്നു. ബോഡി ന്യൂട്രൽ ബോഡിയായിട്ട് മാറുന്നു. ഇതാണ് എർത്തിങ് എന്ന് പറയുക. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ എർത്തിങ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന എർത്തിങ് സിസ്റ്റമാണ് കാണിച്ചിരിക്കുക. അപ്പോൾ എർത്ത് ചെയ്യുന്നത് നമ്മുടെ ബോഡീസിനെ ന്യൂട്രലായിട്ട് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ന്യൂട്രൽ ചാർജ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എർത്തിൻ്റെ സിമ്പിൾ മനസ്സിലാക്കുക. ഗ്രൗണ്ട് ടെർമിനലിൻ്റെ സിമ്പിൾ ഇതേപോലെ കാണിച്ചിട്ടുണ്ടാകും. ഇതേപോലെ നിങ്ങൾക്ക് ഗ്രൗണ്ട് ടെർമിനലിൻ്റെ സിമ്പിൾ കാണിച്ചിട്ടുണ്ടാവും. അത് നോക്കിയത് ഗ്രൗണ്ട് ടെർമിനലാണ്, ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. ഇതേപോലെ ടെർമിനൽ കണ്ടു കഴിഞ്ഞാൽ ആ പോയിന്റ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. Next topic is methods of charging. A body can be charged in different ways. First method of charging is charging by friction. Second method is charging by conduction. And third method is charging by induction. First method, charging by friction. When two bodies are rubbed each other, electrons in one body transferred to another body. ഇവിടെ നമ്മൾ ഈ പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കുകയാണ്. സ്ക്രീനിൽ കാണുന്നത് പോലെ ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് റോഡ് ഗെയിൻസ് പോസിറ്റീവ് ചാർജ്, സിൽക്ക് ക്ലോത്ത് ഗെറ്റ്സ് നെഗറ്റീവ് ചാർജ്. ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ആറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. ഒരു ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഓർബിറ്റൽസ് ഉണ്ട്. ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ ഈ ഇലക്ട്രോണും പ്രോട്ടോണുമായിട്ട്, ഇലക്ട്രോണും ന്യൂക്ലിയസുമായിട്ട് ഇവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രോൺ ആറ്റത്തിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആറ്റത്തിലേക്ക് നമ്മൾ പുറമേ നിന്ന് എനർജി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആറ്റത്തിന് പുറമേക്ക് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ മെറ്റീരിയലിൻ്റെ ആറ്റത്തിലും, ഫോർ എക്സാമ്പിൾ ഗ്ലാസ്, സിൽക്ക്, ഗ്ലാസ്സിൽ ആറ്റംസ് ഉണ്ട്, സിൽക്കിൽ ആറ്റംസ് ഉണ്ട്. ഈ ഗ്ലാസ്സിലെ ആറ്റത്തിലുള്ള ഇലക്ട്രോണും ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അല്ല സിൽക്കിലേത്. അതിൻ്റെ എമൗണ്ടിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ചില ആറ്റത്തിൻ്റെ കേസിൽ ഇലക്ട്രോൺസ് വളരെ സ്ട്രോങ്ങർ ആയിട്ടാണ്, വളരെ ടൈറ്റ് ആയിട്ടാണ് ബൗണ്ട് ചെയ്തിട്ടുള്ളത്. ചില ആറ്റത്തിൻ്റെ കേസിൽ ഇലക്ട്രോൺസ് വളരെ ലൂസ് ആയിട്ടാണ് ബൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒരു ആറ്റത്തിലേക്ക് എനർജി കൊടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ഇലക്ട്രോണിനെ പുറത്തേക്ക് വിടുന്നത് ഏത് ആറ്റമായിരിക്കും? ഇലക്ട്രോൺസ് ലെസ് ടൈറ്റായിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ള ആറ്റമായിരിക്കും. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുക. നമ്മൾ ഗ്ലാസ് റോഡും സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിലെ ആറ്റത്തിൽ ഇലക്ട്രോൺസ് ലെസ് ടൈറ്റായിട്ടാണ് ബൗണ്ട് ചെയ്തിരിക്കുക. എന്നാൽ സിൽക്കിലോ, ആ സിൽക്കിലെ ആറ്റത്തിൽ ഇലക്ട്രോൺസ് കുറച്ചുകൂടി ടൈറ്റായിട്ടാണ്, മോർ ടൈറ്റായിട്ടാണ് ബൗണ്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഗ്ലാസ് റോഡും സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ആദ്യം അവിടെ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യുന്നു.
ഈ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത് ആരാണ്? ഏറ്റവും ആദ്യം അബ്സോർബ് ചെയ്ത ഇലക്ട്രോണെ പുറത്തേക്ക് വിടുന്നത് ഏത് ആറ്റമാണ്? ഇലക്ട്രോൺസ് ലെസ് ടൈറ്റായിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ള ആറ്റമാണ്. അതുള്ളത് ഇവിടെ ഗ്ലാസ് റോഡിലാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആ റബ്ബ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഗ്ലാസ് റോഡിലെ ഇലക്ട്രോൺസ് എവിടേക്ക് ജമ്പ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു? സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ഗ്ലാസ് റോഡ് പോസിറ്റീവായിട്ടും സിൽക്ക് ക്ലോത്ത് നെഗറ്റീവായിട്ടും ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ചാർജിങ് ബൈ ഫ്രിക്ഷനിൽ സംഭവിക്കുക. അപ്പോൾ അവിടെ എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നു. എക്സാമ്പിൾ നമ്പർ 1. When a glass rod is rubbed with silk, some of the electrons from the glass are transferred to silk. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. Hence, glass rod gets positive charge and silk gets negative charge. ഇനി അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിക്കുക. അടുത്ത എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ് ആണ്. ഈ എക്സാമ്പിളിൽ തന്നിരിക്കുന്നത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ് ആണ്. ആ സീരീസ് ഫോം ചെയ്തിരിക്കുന്നത് എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസിൻ്റെ ബേസിസിലാണ്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസിൽ നമ്മൾ റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസ് വളരെ ടൈറ്റായിട്ടാണ് ബൗണ്ട് ചെയ്തിരിക്കുക. റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ ഓരോ മെറ്റീരിയലിൻ്റെയും മാറ്റത്തിൽ ഇലക്ട്രോൺസ് ടൈറ്റായിട്ടാണ് ബൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം. ഇഫ് ദ ടു ബോഡീസ് ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റ് ആർ റബ്ഡ്, a following list is known as electrostatic series. Then the body appearing earlier in the list is positively charged, whereas later is negatively charged. For example, നമ്മൾ ഫർ എന്ന മെറ്റീരിയലും ഗ്ലാസ് റോഡുമായിട്ട് റബ്ബ് ചെയ്യുകയാണ്. ഈ സമയത്ത് ഫർ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യപ്പെടുന്നു, ഗ്ലാസ് നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് നമ്മൾ റബ്ബ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഗ്ലാസ് റോഡ് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യപ്പെടുന്നു, സിൽക്ക് നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ അടുത്തൊരു എക്സാമ്പിളായിട്ട് നമ്മൾ സിൽക്കും ഹ്യൂമൻ ബോഡിയുമായിട്ട് റബ്ബ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? സിൽക്ക് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യപ്പെടുന്നു, ഹ്യൂമൻ ബോഡി നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ അടുത്തൊരു എക്സാമ്പിളായിട്ട് നമ്മൾ ഗ്ലാസും സീലിംഗ് വാക്സുമായിട്ട് റബ്ബ് ചെയ്യുകയാണ്. ഗ്ലാസും സീലിംഗ് വാക്സുമായിട്ട് റബ്ബ് ചെയ്യുന്നു. അപ്പോൾ ഗ്ലാസ് എന്തായിട്ട് മാറുന്നു? പോസിറ്റീവ് ചാർജുള്ള ബോഡിയായിട്ട് മാറുന്നു. സീലിംഗ് വാക്സ് നെഗറ്റീവ് ചാർജുള്ള ബോഡിയായിട്ട് മാറുന്നു. അല്ലെങ്കിൽ അടുത്തൊരു എക്സാമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നു, ഗ്ലാസും എബണൈറ്റുമായിട്ട് റബ്ബ് ചെയ്യുന്നു. ഗ്ലാസും എബണൈറ്റുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് പോസിറ്റീവ് ചാർജുള്ള ബോഡിയായിട്ട് മാറുന്നു, എബണൈറ്റ് നെഗറ്റീവ് ചാർജുള്ള ബോഡിയായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും രണ്ട് മെറ്റീരിയൽ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ ഏത് ബോഡി പോസിറ്റീവായിട്ട് മാറുന്നു, ഏത് ബോഡി നെഗറ്റീവായിട്ട് മാറുന്നു എന്നുള്ള കാര്യം നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ആ ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ് കഴിയുന്നതും ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക.